അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യഹൂദിയുടെ പൗത്രനാണ് ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം. ഫിറോവിൻ്റെ മർദ്ദക ഭരണത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിനെ മോചിപ്പിച്ചു. എന്നാൽ കാലക്രമേണ ഇസ്രായേൽക്കാർ ധിക്കാരികളായി മാറി. അവരിൽ വിഗ്രഹാരാധനയും പടർന്നു പിടിച്ചു. ഈ ഘട്ടത്തിൽ അവരിലേക്ക് അള്ളാഹു ദുൽകിഫ്ലി നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. അദ്ദേഹം അവരെ ഉപദേശിച്ചു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കാതിരിക്കൂ. ഫിറോവിനിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചില്ലേ? മറ്റു പല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയില്ലേ? എന്നിട്ടും നിങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങുകയാണോ? ചിലർ ഉപദേശം സ്വീകരിച്ചു, ചിലർ ധിക്കരിച്ചു. ഒരിക്കൽ ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം ശത്രുക്കളുമായി പോരാടാൻ ഇസ്രായേൽക്കാരുമായി പുറപ്പെട്ടു. വഴിക്ക് വെച്ച് കേട്ടു, ശത്രുക്കളുടെ നാട്ടിൽ കോളറയുണ്ട്. ഉടനെ ചിലർ പറഞ്ഞു, ഞങ്ങളില്ല, നിങ്ങൾ പോയിക്കോ. നബി പറഞ്ഞു, കോളറ ബാധിക്കാൻ അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയായാലും അത് ബാധിക്കുക തന്നെ ചെയ്യും. അത് ബാധിക്കാൻ വിധിയില്ലെങ്കിൽ കോളറയുള്ള നാട്ടിൽ ചെന്നതുകൊണ്ട് ബാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് വരണം. ഇപ്പോഴാണ് അവരെ കീഴടക്കാൻ എളുപ്പം. ആ ഉപദേശം ധിക്കരിച്ചുകൊണ്ട് 70,000 ഇസ്രായേൽക്കാർ പിന്മാറി. അവർ യുദ്ധത്തിന് പോയില്ല. പിറ്റേന്ന് തന്നെ അവരെ കോളറ ബാധിച്ചു. ആ 70,000 പേരും ആ രോഗം മൂലം മരിച്ചു വീണു. ഇങ്ങനെ പല നന്ദികേടുകളും ഇസ്രായേലിയർ കാണിച്ചു. ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം അവരെ കൊണ്ട് പൊറുതിമുട്ടി. അവസാനം അദ്ദേഹം ഭൗതിക ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇബാദത്തിൽ മുഴുകി ടൈഗ്രീസ് നദീതീരത്ത് ഏകാന്ത ജീവിതം അനുഷ്ഠിച്ചു. അവിടെ വെച്ച് തന്നെ ഇഹലോകവാസം വെടിഞ്ഞു. ഇസ്രായേൽക്കാർ ചെയ്ത നന്ദികേട് നിരവധിയാണ്. പിൽക്കാലത്ത് പല പ്രവാചകന്മാരെയും അവർ വധിച്ചിട്ടുണ്ട്. ഇസ്രായേൽക്കാരിൽ നിയുക്തനായ മറ്റൊരു പ്രവാചകനാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം. അവരിൽ വിഗ്രഹാരാധന പടർന്നു പിടിച്ച കാലമായിരുന്നു അത്. ബൈലബക്ക് എന്ന രാജാവിൻ്റെ ഭരണകാലമാണ്. രാജാവും വിഗ്രഹാരാധകനായിരുന്നു. ഇതിനെതിരെ ഇല്യാസ് നബി അലൈഹിസ്സലാം പ്രബോധനം തുടങ്ങിയപ്പോൾ രാജാവ് അദ്ദേഹത്തെ കൊന്നുകളയാൻ ഉത്തരവിട്ടു. നബി ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹം ഒരു കാട്ടിലെ ഗുഹയിൽ പോയി ഏകാന്ത ധ്യാനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. 7 കൊല്ലമാണ് ഇങ്ങനെ ചെയ്തത്. നബിയെ ഓടിച്ചതിൻ്റെ ഫലമായി നാട്ടിൽ വരൾച്ചയും ക്ഷാമവും ബാധിച്ചു. ഒരിറ്റു വെള്ളം പോലും കിട്ടാതെ ജനങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. അവർ രാജാവിനോട് പരാതി ബോധിപ്പിച്ചു, രക്ഷിക്കണം. രാജാവ് കൽപ്പിച്ചു, ഇല്യാസിൻ്റെ ശാപമായിരിക്കാം, അയാളെ തെരഞ്ഞു പിടിക്കുക. ജനങ്ങൾ തെരച്ചിൽ തുടങ്ങി. നാട്ടിലെങ്ങും കണ്ടില്ല. അവസാനം കാടുകളിൽ തെരച്ചിൽ തുടർന്നു. അവിടെ ഒരു ഗുഹയിൽ വെച്ച് കണ്ടുമുട്ടി. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ ഓടിച്ചത് തെറ്റാണെന്ന് ബോധ്യം വന്നിരിക്കുന്നു. നാട്ടിൽ വരൾച്ചയും ക്ഷാമവും പടർന്നു പിടിച്ച് ജനങ്ങൾ ചത്തൊടുങ്ങുന്നു. ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ വരണം. നബി അവരുടെ കൂടെ നാട്ടിലേക്ക് പോയി.
ബൈലബക്ക് രാജാവിൻ്റെ മുന്നിൽ ഹാജരായി. രാജാവ് ചോദിച്ചു, ഈ ക്ഷാമവും വരൾച്ചയും ഉണ്ടാകാൻ കാരണമെന്താണ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചത് തന്നെ. ഇതിനെന്താണ് പരിഹാരം? അദ്ദേഹം പറഞ്ഞു, വിഗ്രഹാരാധന ഉപേക്ഷിച്ച് സത്യവിശ്വാസം കൈക്കൊള്ളുക. ഈ വരൾച്ചയും ക്ഷാമവും അകന്നാൽ അങ്ങനെ ചെയ്യാമെന്നവർ പറഞ്ഞു. നബി അങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, ഈ വരൾച്ചയും ക്ഷാമവും അകറ്റി ക്ഷേമവും അഭിവൃദ്ധിയും നൽകണേ എന്ന്. അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു. മഴ വർഷിച്ചു, വരൾച്ച നീങ്ങി, ക്ഷാമം അകന്നു. ജനങ്ങൾ ഭൂരിഭാഗവും സത്യവിശ്വാസം സ്വീകരിച്ചു. പക്ഷേ രാജാവ് പറഞ്ഞു, ഇത് കൂടോത്രമാണ്, ആഭിചാരമാണ്. ഇല്യാസിനെ കൊന്നുകളയുക. പട്ടാളക്കാർ നബിയെ പിടികൂടാൻ ശ്രമിച്ചു. ഇല്യാസ് നബി അലൈഹിസ്സലാം വീണ്ടും ഓടി രക്ഷപ്പെട്ടു. പിന്നെ അദ്ദേഹത്തെ പറ്റി ഒരു വിവരവും ജനങ്ങൾക്ക് കിട്ടിയില്ല. അദ്ദേഹം ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിക്കുമെന്ന് പല ഹദീസുകളിലായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹം അദൃശ്യനായി ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നുവെന്ന് വിജ്ഞാനികൾ പറയുന്നു. ഹിദർ നബി അലൈഹിസ്സലാം ആണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ. ആരിഫ്യങ്ങൾക്ക് മാത്രമേ ഇവരെ കാണാൻ കഴിയുകയുള്ളൂ. ഭൂമിയിൽ ആധ്യാത്മിക ലോകം നിയന്ത്രിക്കുന്നത് ഇല്യാസ് നബി അലൈഹിസ്സലാമും ഹിദർ നബി അലൈഹിസ്സലാമുമാണ്. അവരുടെ കീഴിലാണ് ആരിഫ്യങ്ങളുടെ ലോകം. അള്ളാഹു മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുവീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.